കേരളത്തിൽ കോൺഗ്രസ്സുകാർക്ക് വേണ്ടി മാധ്യമങ്ങൾ പെടുന്ന പെടാപ്പാട് നോക്കണേ. ഇന്നിപ്പോ മാതൃഭൂമി അച്ചടിച്ചു വിട്ട വ്യാജ വാർത്ത. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിന്റെ പോലീസ് സേനയിൽ നിന്ന് 144 പേരെ പിരിച്ചുവിട്ടു. അതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി തന്നെ ഔദ്യോഗികമായി ഈ അടുത്ത കാലത്ത് പ്രതിപക്ഷം സംസ്ഥാനത്തെ പോലീസ് അതിക്രമത്തെക്കുറിച്ചൊരു അടിയന്തര പ്രമേയം കൊണ്ടുവന്ന സന്ദർഭത്തിൽ മുഖ്യമന്ത്രി വളരെ വിശദീകരിച്ചു സർക്കാർ പോലീസ് സേനയിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളും ഒപ്പം തന്നെ ഗുരുതര ക്രിമിനൽ കേസുകളിലും പെരുമാറ്റ ദൂഷ്യത്തിന്റെ ഭാഗമായിട്ട് 144 പേരെ പിരിച്ചുവിട്ടു എന്നുള്ള കാര്യം സഭയിൽ പറയുമ്പോഴാണ് കേരളത്തിലെ പ്രതിപക്ഷവും ഒപ്പം തന്നെ അവരെ പിന്താങ്ങി നടക്കുന്ന മാധ്യമങ്ങളും ഈ വിവരം അറിയുന്നത്. അന്ന് തൊട്ട് ഈ കണക്കിനെ പൊളിക്കാൻ വേണ്ടിയുള്ള ശ്രമം തുടരുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇന്നിപ്പോ മാതൃഭൂമിയിൽ ഒരു വാർത്ത അച്ചടിച്ചു വിട്ടു. 47 പോലീസുകാരെ മാത്രമാണ് പുറത്താക്കിയിട്ടുള്ളത്. മുഖ്യമന്ത്രി പറഞ്ഞ കണക്ക് തെറ്റാണ്, മറ്റൊന്നിനും രേഖയില്ലത്രേ. ഇതിനാണ് ഇപ്പോ സ്റ്റേറ്റ് പോലീസ് മീഡിയ സെന്റർ തന്നെ ഔദ്യോഗിക വിശദീകരണം കൊടുത്തിരിക്കുന്നത്. കാര്യം മാതൃഭൂമിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അടുത്തത് കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരണം. അപ്പോൾ ഇന്നലകളിൽ സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞാലും അത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്താൻ പറ്റില്ല. ഞങ്ങൾക്ക് റീച്ചുള്ള വീടുകളിലെല്ലാം അവിടെയുള്ള ജനങ്ങളെ ആ സത്യത്തെ തമസ്കരിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വ്യാജ വാർത്ത അച്ചടിച്ചു വിടണം. ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് വാർത്ത കൊടുക്കാൻ പഴയ കാലത്തൊക്കെ ആണെങ്കിൽ ഡേറ്റ ആവശ്യമുണ്ട്. ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ കഞ്ചാവ് അടിച്ചിരുന്ന് എഴുതും പോലെയാണ് ചിലരുടെയൊക്കെ വാർത്ത എന്ന് പറയേണ്ടി വരികയാണ്. അങ്ങനെയാണ് മാതൃഭൂമി ലേഖകൻ ഇന്നിപ്പോൾ വാർത്താ ദാരിദ്ര്യം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ 47 പേരുടെ ലിസ്റ്റേ ഉള്ളൂ എന്ന രീതിയിൽ ഒരു വാർത്ത അച്ചടിച്ചു വിട്ടത്. അങ്ങനെ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എവിടെ നിന്നാണ് തങ്ങൾക്ക് ഈ വിവരം കിട്ടിയത് എന്നതിനെക്കുറിച്ച് കൂടി വിശദീകരിക്കാൻ ഉത്തരവാദിത്തമുണ്ട്. എന്നാൽ ഇതിനെ സംബന്ധിച്ച് ആ വാർത്ത വ്യാജമാണെന്ന് കൃത്യമായി തുറന്നു കാട്ടിക്കൊണ്ട് അതിന്റെ കണക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് സ്റ്റേറ്റ് പോലീസ് മീഡിയ സെന്റർ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ മാതൃഭൂമിയുടെ വാർത്തയെ പൊളിച്ചടുക്കുന്നത്. ആ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: ഇന്ന് 30/12/2025 മാതൃഭൂമി ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച 144 പോലീസുകാരെ പിരിച്ചുവിട്ടെന്ന വാദത്തിന് കണക്കില്ല. ഈ സർക്കാരിന്റെ കാലത്ത് 47 മാത്രം എന്ന തലക്കെട്ടിൽ വന്ന വാർത്ത വസ്തുതാ വിരുദ്ധമാണ്. 25/5/2016 മുതൽ 18/9/2025 വരെയുള്ള കാലയളവിൽ ഗുരുതര ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട 82 പേരും ഗുരുതര പെരുമാറ്റ ദൂഷ്യത്തിന് 62 പേരെയും ഉൾപ്പെടെ 144 പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട്.